ടൈമിംഗ് ചെയിൻ മാറുന്ന വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, സാധാരണ 1,00,000 കിലോമീറ്ററിൽ ടൈമിംഗ് ചെയിൻ മാറാറുള്ളതാണ്. ഡീസൽ വണ്ടിക്കാണെങ്കിൽ ടൈമിംഗ് ചെയിൻ ആയിരിക്കും, പെട്രോൾ വണ്ടിക്ക് ടൈമിംഗ് ബെൽറ്റ് ആയിരിക്കും. ഇപ്പോൾ ഇറങ്ങണ പെട്രോൾ വണ്ടിക്ക് ടൈമിംഗ് ചെയിൻ തന്നെയാണെന്ന് തോന്നുന്നു. എന്നാലും ടൈമിംഗ് ബെൽറ്റോ ചെയിനോ 1,00,000 കിലോമീറ്റർ ആകുമ്പോൾ മാറാറുണ്ട്. ആദ്യം നമുക്ക് ഓയിലും കൂളൻ്റും എല്ലാം ചോർത്തി വെക്കണം വേറെ പാത്രത്തിൽ. അതിനു മുമ്പായിട്ട് ബാറ്ററിയുടെ നെഗറ്റീവ് ഇടിച്ചിട്ടേക്കണം. ഇടിച്ചിട്ടുണ്ട്, എവിടെയെങ്കിലും ഇറക്കി വെച്ചേക്കണം. ഓക്കെ, നിങ്ങൾക്ക് അടി കാണാം. അടിയിൽ നിന്ന് നമുക്ക് ഉരുണ്ടെന്ന് വെച്ചാൽ ഈ ദൂരണ്ട് വരും, ഈ സൈലൻസിൻ്റെ സെൻറ്ററിലത്തെ ഭാഗം. പിന്നെ സംഭവം വരും. സംഭവത്തിന് മുമ്പ് ഈ സംഭവമുണ്ട്, അത് ഊരണം. പിന്നെ അതിന് മുമ്പ് നമുക്ക് ഈ ബെൽറ്റ് പിടിക്കാം. ബെൽറ്റ് എങ്ങനെ പിടിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് താഴോട്ട് വലിച്ചാൽ മതി. ഈ ബോൾട്ട് ടെൻഷൻ ബോൾട്ട് താഴോട്ട് വലിച്ചാൽ മതി. 15 പിന്നെ അടിയിലേക്ക് വലിച്ചാൽ ലൂസാവും. എന്നിട്ട് ഊരിയെടുത്താൽ മതി പുറത്തേക്ക്. ബെൽറ്റ് ഊരിയിട്ടുണ്ട്. ഇനി അടുത്തത് സൈലൻസറിൻ്റെ വിഭാഗം. അപ്പോൾ സൈലൻസറിൻ്റെ വെച്ചിട്ടുണ്ട്, 2 നയിക്കേണ്ടി വന്നു. ഒരെണ്ണം കൂടി ഇടിക്കേണ്ടി വന്നു. ഇനി ഈ ബോൾട്ട് അഴിക്കണം. അപ്പോൾ ഈ ഷീൽഡ് പോരും. അത് കഴിഞ്ഞിട്ട് ഈ 4 ബോൾട്ട് ഉണ്ടാവും. ഇവിടെ ഒരെണ്ണം ഇതിൻ്റെ ഉള്ളിൽ, അതേപോലെ തന്നെ ഇവിടെ ഒരെണ്ണം. ഇതിൻ്റെ ഉള്ളിൽ ഇത് ഈ 13. ഇവിടെ ഒരു ബോൾട്ടും കൂടി ഉണ്ട്. അതും കൂടി അയച്ചാലേ ഇത് പുറത്ത് പോകത്തുള്ളൂ. അപ്പം അങ്ങനെ അതും അയച്ചിട്ടുണ്ട്. നമുക്കിനി സമ്പിൻ്റെ എല്ലാ ബോൾട്ടും അയച്ചു കഴിഞ്ഞാൽ താഴെ പോരും. അതിന് മുമ്പ് ഇതൊന്ന് ലൂസ് ചെയ്താൽ നന്നായിരിക്കും അല്ലേ ഈ ബോൾട്ടിന്. ഇത് ലൂസ് എന്ന് വെച്ചാൽ ടൈറ്റ് ചെയ്യണ ഭാഗത്തേക്കാണ് ലൂസ്. അപ്പോൾ ഇത് ലൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ ലോക്ക് ചെയ്യണം. ഈ ഹോളിൽ കൂടി ഇട്ട് ലോക്ക് ചെയ്യണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഗ്രൂവിനകത്താണ് ടൈമിംഗ് ലോക്ക് ചെയ്യുന്നത്. ഒരു പിന്നിട്ട് ഇവിടെ കെട്ടിയും വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് അഴിക്കാം. ഫ്ലൈ വീൽ മാത്രമല്ല, മേളിലുള്ള ക്യാം ഷാഫ്റ്റ് നമ്മൾ ലോക്ക് ചെയ്യണം. ഇത് പഴയ വണ്ടിയുടെ ക്യാം ഷാഫ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ലോക്ക് ആവണേന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത് തപ്പി പിടിച്ചെടുത്തത്. നമുക്ക് ആ ഗ്രൂവ് കാണാൻ പറ്റുന്നുണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിനകത്താണ് നമ്മുടെ സ്പെഷ്യൽ ടൂള് ഇടുന്നത്. ക്യാം ഷാഫ്റ്റിൻ്റെ ഗ്രൂവും അടിയിൽ ഫ്ലൈ വീലിൻ്റെ ഗ്രൂവും ഒരേ ഇതിൽ വരുമ്പോൾ ലോക്ക് ചെയ്യണം. പിന്നെ അവിടെ നനക്കരുത്.
ആ ഹോളിൽ കൂടി ലോക്ക് ചെയ്ത് ത്രെഡും കൂടി തിരിച്ചിട്ടാൽ പിന്നെ അത് അവിടെ ഇരുന്നോളും, സെറ്റായിക്കോളും. പിന്നെ അനങ്ങത്തില്ല. അപ്പോൾ അടിയിൽ നിന്ന് സമ്പ് ഊരിയിട്ടുണ്ട്, ക്രാങ്കിൻ്റെ പുള്ളി ഊരിയിട്ടുണ്ട്, ക്രാങ്കിൻ്റെ ബോൾട്ട് ലൂസ് ചെയ്തു. പിന്നെ ഇത് ലൂസായിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞത് ഇത് സ്പെഷ്യൽ ബോൾട്ടാണ്. അപ്പോൾ ഇത് ടൈറ്റ് ചെയ്യണ ഭാഗത്തേക്കാണ് ലൂസായി വരുള്ളൂ. ടൈറ്റ് ചെയ്യണ ഭാഗത്തേക്കാണ് ലൂസായി വന്നത്. ലൂസ് ചെയ്യാൻ നമുക്ക് ടൈറ്റ് പോകും. നമുക്ക് അടിയിൽ നിന്ന് അഴിക്കേണ്ട ഒട്ടുമിക്ക സാധനങ്ങളിൽ അഴിച്ചിട്ടുണ്ട്. നമുക്കിനി മേളിൽ നിന്ന് അഴിക്കാനുള്ളതാണ്. മേളിൽ നിന്ന് അഴിക്കേണ്ടതാണ് മറ്റേ ടെൻഷനറും വാട്ടർ പമ്പും. അതൊക്കെ ടെൻഷനറും വാട്ടർ പമ്പും അഴിക്കണമെങ്കിൽ ആദ്യം മൗണ്ടിങ് അഴിക്കേണ്ടി വരും. അപ്പോൾ ആ മൗണ്ടിങ് അഴിക്കണതിന് മുമ്പ് നമ്മൾ സ്റ്റാൻഡിൽ ഗിയർ ബോക്സ് സപ്പോർട്ട് ചെയ്യണം. എന്നിട്ട് വേണം ടെൻഷനറും വാട്ടർ പമ്പൊക്കെ അഴിക്കേണ്ടത്. അപ്പോൾ ഇതാണ് മൗണ്ടിങ് അഴിച്ചിട്ടുണ്ട്. മേളത്തെ ഇത് പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് പിടിക്കണം. പിന്നെ മൗണ്ടിങ് പിടിക്കുന്നതിന് മുമ്പ് ഞാൻ അടിയിൽ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ഗിയർ ബോക്സിൽ സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സേഫ്റ്റി നോക്കി ചെയ്യണം. സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഇത് അഴിച്ചത്, മൗണ്ടിങ് അഴിച്ചത്. പിന്നെ ഇനി ഇതഴിക്കണം. എന്നിട്ട് കവർ അഴിക്കണതിന് മുമ്പ് ഞാൻ പറഞ്ഞ അടിയിൽ കണ്ട 2 സാധനങ്ങൾ, പമ്പ്, ടെൻഷനർ, ആ 2 അഴിക്കണം. കാണിക്കാം. ഈ സംഭവം ഇതഴിക്കണം. ഫ്ലവറിൻ്റെ കുഞ്ഞു ബോൾട്ടാണ്, അതഴിക്കണം. പിന്നെ അതും ഫ്ലവറിൻ്റെ ആണെന്ന് തോന്നുന്നു. അതെ, ഫ്ലവറിൻ്റെ ആണ്, അതഴിക്കണം. ഈ പമ്പ് 10-ൻ്റെ ആണ്. ഈ പമ്പ് അഴിച്ച് വരണം. 10-ൻ്റെ ബോൾട്ട് നട്ടാണ്, 4 ഉണ്ടാവും. ഇപ്പം ബെയറിങ്ങും പമ്പ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കവറിൻ്റെ ചുറ്റിനുള്ള ബോൾട്ട് അഴിക്കണം. അതിനും അടിയിലിട്ട് ഊരിയെടുക്കുന്ന സാധനം പുറത്തെടുക്കും. പുറത്തേക്ക് ഇട്ടെടുക്കണം. അയച്ച സാധനങ്ങളെല്ലാം ഇവിടെ മാറ്റി വെക്കണം. നമുക്കിനി ചുറ്റു ബോൾട്ട് അയച്ചിട്ട് പുറത്തേക്ക് കൂട്ടിയെടുക്കണം. ചെയിൻ കവർ ഊരിയിട്ടുണ്ട്. ഇനി അടുത്തത് ക്യാമിൻ്റെ സ്പോക്കിൻ്റെ ബോൾട്ട് ലൂസ് ചെയ്യണം. അപ്പോൾ ആ ലോക്കിങ് അവിടെ തന്നെ ഉണ്ട്, അത് അയച്ചിട്ടുള്ള. അതുണ്ടെങ്കിലേ ഇത് ലൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ക്യാമിൻ്റെ പുള്ളി സാധാ ലൂസ് ചെയ്യണ പോലെ തന്നെയാണ് ലൂസ് ചെയ്യുന്നത്. ചെയിൻ ഊരുന്നതിന് മുമ്പ് റെയിലിൻ്റെ 2 10-ൻ്റെ ബോൾട്ട് ഊരണം. പിന്നെ ടെൻഷനറിൻ്റെ 2 10-ൻ്റെ ബോൾട്ട്, പിന്നെ ഗൈഡിൻ്റെ ഒരു അല്ലെങ്കിൽ ബോൾട്ടും ഉണ്ട്. പിന്നെ സെൻറ്ററിലത്തെ ലൂസ് ആയിട്ടുണ്ട്. അപ്പോൾ ചെയിൻ ഊരിയെടുത്തു. അപ്പോൾ ചെയിൻ മാറുമ്പോൾ ചെയിൻ മാത്രമല്ല മാറ്റുന്നത്, ഈ ചെയിൻ സ്പ്രോക്കറ്റും ഗിയറും ടെൻഷനർ
പിന്നെ ആ റോളർ എന്താ പറയാനാവോ, ഞാൻ പറഞ്ഞതില്ല. അപ്പം ഇതൊക്കെ ചേർന്ന മരമുണ്ട്. ഇനി പുതിയ വയ്ക്കുമ്പോൾ ഇനി ചുറ്റും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം. ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ ഡീസൽ വെച്ച് ക്ലീൻ ചെയ്യുക. എന്നിട്ട് അവസാനം ഒന്ന് ടിന്നർ വെച്ചൊന്ന് ഉണക്കണം. അടിയിലത്തെ ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണം. സമ്പ് സീറ്റാവണ ഭാഗം നമുക്കിനടുത്ത് ബോണ്ടിട്ട് കയറ്റാനുള്ളതാണ്. ഇതിൻ്റെ സൈഡും ക്ലീൻ ചെയ്യണം. സൈഡെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഈ സമ്പിൻ്റെ ഈ സൈഡ് ക്ലീൻ ചെയ്യാം. ഇതും നല്ല ഡീസലിട്ട് ക്ലീൻ ചെയ്യണം. ചെയിൻ സെറ്റ് ചെയ്ത ശേഷം കവറിട്ട് മൂടാന്നേ ഉള്ളൂ. 10ൻ്റെ ചുറ്റ് ബോൾട്ടിട്ട് നല്ലോണം ടൈറ്റ് ചെയ്യണം. ഇതാണ് വാട്ടർ പമ്പ് വരുന്നത് ഇവിടെ. അതിൻ്റെ ഇപ്പുറത്ത് ടെൻഷനറിൻ്റെ അതും കൂടിയും കയറ്റാം. ടെൻഷനറും ടൈറ്റ് ചെയ്ത ശേഷം എൻജിനിൽ തന്നെ ബ്രാക്കറ്റ് പിടിപ്പിക്കുക. അതിന് ശേഷം മൗണ്ടിങ്ങും പിടിപ്പിക്കുക. എല്ലാം നല്ലോണം ബോൾട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കൂട്ടത്തിൽ ഓയിൽ ചേഞ്ചും കൂടിയും ചെയ്യാനുണ്ട്. ഓയിൽ ആദ്യമേ ഊറ്റി വെച്ചുകൊണ്ട് ഫിൽറ്റർ ഇപ്പോൾ നമ്മൾ പുതിയതിടണതാണ്. പുതിയ ഫിൽറ്റർ നല്ലോണം. പിന്നെ അടിയിലത്തെ ഇത് നല്ലോണം ക്ലീൻ ചെയ്യണം. ആ സീറ്റിംഗ് എല്ലാം ക്ലിയർ ചെയ്യണം. എൻ്റെ ബോണ്ടിട്ട് കയറ്റാനുള്ളതാണ്. പിന്നെ അടുത്ത് നല്ലോണം തുടക്കുന്ന എണ്ണമയം കളയാൻ വേണ്ടി. എന്നിട്ട് ബോണ്ടിട്ട ശേഷം കയറ്റും. നല്ല ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്യും. ഈ സൈഡെല്ലാം കഴിഞ്ഞ് സമ്പ് കയറ്റി. ഇതും കൂടി ഉണ്ട്. പിന്നെ ഈ ലോക്ക് ഇതെപ്പോഴാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം ടൈറ്റ് ചെയ്ത ശേഷമാണ് എടുക്കേണ്ടത്. അല്ലാതെ എല്ലാം കഴിഞ്ഞിട്ട് വേണം. അതായത് ഇതിട്ടിട്ട് വേണം നമ്മളെല്ലാം അയച്ചു തുടങ്ങാനും. പിന്നെ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് വേണം അത് ഇങ്ങനെ ഊരി മാറ്റാനും. ഇതെല്ലാം ടൈറ്റ് ആയിട്ടുണ്ട്. ഇത് ലൂസിൻ്റെ ഭാഗത്താണ് ടൈറ്റ്. ബാക്കിയുള്ള സാധനം ഇതേപോലത്തെ ഈ സ്പെഷ്യൽ ബോൾട്ട് മാത്രമാണ്. ഇനി ബെൽറ്റ് ഇട്ട ശേഷം നമുക്കിനി വീലിട്ട് ഇറക്കാം. പിന്നെ എല്ലാ ബോൾട്ടും ഒന്ന് പിടിച്ച് നോക്കണം. ടൈറ്റാണോ എന്ന് ഉറപ്പ് വരുത്തണം. ഒന്നും മിസ്സാകാൻ പാടില്ല. അതിപ്പോൾ എല്ലാം കയറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം ഒരു 6 മണിക്കൂർ ഇല്ല, ഒരു 12 മണിക്കൂർ ഉണങ്ങിയിട്ടൊക്കെ ഓയിൽ ഒടിക്കുന്നതാണ് നല്ലത്. അത് ഉണങ്ങാൻ സമയം എടുക്കും. എല്ലാം പിന്നെ ഇതെപ്പോഴും മറക്കരുത്. ഉരുക്കഴിഞ്ഞ് എന്തൊക്കെ അതെല്ലാം ഇടാൻ മറക്കരുത്. ഇതാ ഹോളാണ്, ലോക്ക് ചെയ്യണ ഹോളാണ് തേക്കണത്. എന്തെങ്കിലും ഒന്നും മറന്നു പോകരുത്. പിറ്റേ ദിവസം രാവിലെയാണ് ഓയിൽ ഒഴിക്കണത്. ഓയിൽ ഒഴിച്ച ശേഷം ലെവല് നോക്കുക.
വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. അതും കഴിഞ്ഞു. ടൈറ്റ് ചെയ്യുക. ഇനി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ലീക്ക് എല്ലാം ഉണ്ടാകുന്ന ചെക്ക് ചെയ്യണം. ഓക്കെ, ഇതോടെ ഇന്നത്തെ വീഡിയോ കഴിയണേണ്.